പ്രഭാത പ്രാർത്ഥന. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 55-ാം തിരുവചനം. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഓരോ ദിനവും സ്വർഗത്തിൻ്റെ അപ്പം ഭക്ഷിച്ച് സ്വർഗം സ്വായത്തമാക്കുന്നവരായി മുന്നേറുന്ന ഞങ്ങൾക്ക് ഒരു പ്രഭാതം കാണാനും അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കാനും ഒരു പുതിയ ദിനം കൂടെ ദാനമായി നൽകിയ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവം നൽകുന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹമായ അങ്ങേ ശരീരമാണ് ഓരോ ദിവ്യബലി അർപ്പണത്തിലൂടെയും ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന നിത്യസത്യം ഓരോ നിമിഷവും ഓർത്ത് ജീവിക്കുക വഴി ദേവാലയത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലി അനുദിന ജീവിതത്തിൽ അന്വർത്ഥമാക്കി ജീവിതം സായുജ്യമടയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലാണ് അങ്ങ് ഞങ്ങളെ അങ്ങേ ഇഷ്ടം നിറവേറ്റുവാനായി അയക്കപ്പെട്ടത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവരാജ്യം, സ്വർഗരാജ്യം, അപ്പൻ്റെ ഭവനം അതും മാത്രം ലക്ഷ്യം വച്ച് മുന്നേറുവാൻ ഓരോ ദിനവും ഞങ്ങൾ സ്വീകരിക്കുന്ന നിത്യജീവൻ്റെ അപ്പം, സ്വർഗത്തിൻ്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. ജീവൻ്റെ അപ്പം, സ്വർഗത്തിൻ്റെ അപ്പം, ദൈവം നൽകുന്ന അപ്പം, അതിൻ്റെ സത്ത മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്കും ആ നിത്യസത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകി ഞങ്ങളോടൊപ്പം അവരെയും അപ്പൻ്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയണമേ. ആമേൻ. വിശുദ്ധരുടെ മൊഴിമുത്ത്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. സഹിക്കുകയും അങ്ങേ പ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട.